നമസ്കാരം. നിഫ്റ്റി 50, സെൻസെക്സ്, ബാങ്ക് നിഫ്റ്റി എന്നീ ഇൻഡെക്സുകളുടെ 31/7/2025 വ്യാഴാഴ്ചത്തെ അനാലിസിസിലേക്ക് സ്വാഗതം. നാളെ എക്സ്പയറി ദിവസമാണ്. എല്ലാവരും ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. നിഫ്റ്റി 50യുടെ ലെവലിലേക്ക് വന്നാൽ 24,885 എന്ന ലെവൽ 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് കിട്ടി സസ്റ്റെയിൻ ചെയ്തെന്നാൽ ആ ക്യാൻഡലിന്റെ ലോ സ്റ്റോപ്പ് ലോസ് ആക്കി കണക്കാക്കി 25,030 എന്ന ടാർഗറ്റിന് വേണ്ടി കൃത്യമായ സ്റ്റോപ്പ് ലോസോട് കൂടി അല്ലെങ്കിൽ ഓരോ ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോഴും അതിന്റെ താഴത്തെ ലെവലിൽ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് 25,030 എന്ന ടാർഗറ്റിന് വേണ്ടി ട്രേഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടുണ്ട്. മുകളിലേക്ക് മാർക്കറ്റ് സഞ്ചരിക്കുകയാണെങ്കിൽ 24,846 എന്ന ലെവൽ 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് കിട്ടി സസ്റ്റെയിൻ ചെയ്തെന്നാൽ ആ ക്യാൻഡലിന്റെ ഉയരം അല്ലെങ്കിൽ 24,885 എന്ന ലെവൽ സ്റ്റോപ്പ് ലോസ് ആക്കി കണക്കാക്കി ഓരോ ലെവലിനെയും അതിന് മുകളിലത്തെ ലെവലിനെ സ്റ്റോപ്പ് ലോസ് ആക്കി കണക്കാക്കി 24,701 എന്ന ടാർഗറ്റിന് വേണ്ടി കൃത്യമായ സ്റ്റോപ്പ് ലോസോട് കൂടി തന്നെ മുമ്പോട്ട് പോകാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വന്നാൽ ബാങ്ക് നിഫ്റ്റി നാളെ മന്ത്ലി എക്സ്പയറി ആണ്. നിഫ്റ്റി മന്ത്ലി എക്സ്പയറി ആണ്. ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. 56,169 എന്ന ലെവൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നിന്ന് 56,169 എന്ന ലെവൽ 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് കിട്ടി സസ്റ്റെയിൻ ചെയ്തെന്നാൽ ആ ക്യാൻഡലിന്റെ ലോ സ്റ്റോപ്പ് ലോസ് ആക്കി കണക്കാക്കി അല്ലെങ്കിൽ 56,110 എന്ന ലെവലിനെ സ്റ്റോപ്പ് ലോസ് ആക്കി കണക്കാക്കി 56,613 എന്ന ടാർഗറ്റിന് വേണ്ടി ഓരോ ലെവലും മറികടക്കുമ്പോൾ ആ ലെവലിന്റെ താഴെയുള്ള ലെവലിനെ സ്റ്റോപ്പ് ലോസ് ആക്കി വെച്ചുകൊണ്ട് ടാർഗറ്റിനെ ഫോളോ ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുക. 56,110 എന്ന ലെവൽ 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് കിട്ടി സസ്റ്റെയിൻ ചെയ്താൽ ആ ക്യാൻഡലിന്റെ ഉയരം അല്ലെങ്കിൽ 56,169 എന്ന ലെവൽ സ്റ്റോപ്പ് ലോസ് ആക്കി കണക്കാക്കി 55,666 എന്ന ടാർഗറ്റിന് വേണ്ടി ഓരോ ലെവലും മറികടക്കുമ്പോഴും അതിന്റെ മുകളിലുള്ള ലെവലിനെ സ്റ്റോപ്പ് ലോസ് ആക്കി കണക്കാക്കി ടാർഗറ്റിനെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. സെൻസെക്സിലേക്ക് വന്നു. സെൻസെക്സ് നാളെ എക്സ്പയറി അല്ല. സെൻസെക്സ് മാത്രമേ ഉള്ളൂ നാളെ എക്സ്പയറി അല്ലാത്തത്. അതുകൊണ്ട് സെൻസെക്സിനെ മറ്റുള്ള എക്സ്പയറി സെൻസെക്സിനെ ബാധിക്കാനുള്ള സാധ്യത ഉണ്ട്. ട്രെയിലിംഗ് SL ഒക്കെ വെക്കുമ്പം ഒരു കൃത്യമായി ജമ്പ് ചെയ്ത് പോകുന്ന ഒരു ട്രിഗർ പ്രൈസ് ഒക്കെ സെൻസെക്സ് ഒക്കെ എടുക്കുമ്പോൾ 5 പോയിന്റ് ഡിഫറൻസിലൊക്കെ വെച്ച് ട്രേഡ് എടുക്കാൻ ശ്രദ്ധിക്കുക. 81,439 എന്ന ലെവൽ 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് കിട്ടി സസ്റ്റെയിൻ ചെയ്തിരുന്നാൽ ആ ക്യാൻഡലിന്റെ ഉയരം അല്ലെങ്കിൽ 81,510 എന്ന ലെവൽ സ്റ്റോപ്പ് ലോസ് ആക്കി കണക്കാക്കി 80,911 എന്ന ടാർഗറ്റിന് വേണ്ടി ഓരോ ലെവലും മറികടക്കുമ്പോഴും ആ ലെവലിന്റെ മുകളിലത്തെ ലെവലിനെ സ്റ്റോപ്പ് ലോസ് ആക്കി വെച്ചുകൊണ്ട് ടാർഗറ്റിനെ ഫോളോ ചെയ്ത് എടുക്കാൻ ശ്രമിക്കുക. 81,510 എന്ന ലെവൽ 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് കിട്ടി സസ്റ്റെയിൻ ചെയ്തെന്നാൽ ആ ക്യാൻഡലിന്റെ ലോ അല്ലെങ്കിൽ 81,439 എന്ന ലെവലിനെ സ്റ്റോപ്പ് ലോസ് ആക്കി കണക്കാക്കി 82,038 എന്ന ടാർഗറ്റിന് വേണ്ടി ഓരോ ലെവലും മറികടക്കുമ്പോഴും ആ ലെവലിന്റെ താഴെയുള്ള ലെവലിനെ സ്റ്റോപ്പ് ലോസ് ആക്കി കണക്കാക്കി PSLനെ ഫോളോ ചെയ്ത് മുമ്പോട്ട് പോകാൻ ശ്രദ്ധിക്കുക. ഞാനൊരു സെബി രജിസ്ട്രേഡ് അനലിസ്റ്റ് അല്ല. എൻ്റെ പഠനാർത്ഥം എൻ്റെ ട്രേഡിംഗ് ആവശ്യത്തിന് വേണ്ടിയുള്ള ലെവലുകളാണിത്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുക. ഉപകാരപ്പെടുന്നുണ്ട് എങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇല്ലെങ്കിൽ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഫോൺ നമ്പറിൽ വിളിക്കുക. ചെറിയ പ്രീമിയം ഒക്കെ ഉള്ളൂ. അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തി സാധിക്കുന്നുണ്ടെങ്കിൽ മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ള നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെൽ ബട്ടൺ അമർത്തുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.